സ്റ്റാർ വേച്ചിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. KSEBയുടെ സ്മാർട്ട് മീറ്ററുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫ്യൂസ് വരാനൊന്നും ആൾ വരത്തില്ല, പക്ഷേ പകരം വൈദ്യുതി താനെ കട്ടാകും. അപ്പോൾ പല സ്ഥലങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇപ്പോൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. രാജ്യത്തെ വൈദ്യുത മീറ്ററുകളിൽ വൻ മാറ്റമാണ് വരാൻ പോകുന്നത്. പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ പോലെ മുൻകൂറായി പണമടച്ച് വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രീപെയ്ഡ് സ്മാർട്ട് മീറ്റർ സംവിധാനമാണ് വരുന്നത്. ഇത് ഘട്ടം ഘട്ടമായി നടപ്പാക്കാനാണ് നീക്കം. നിലവിലുള്ള മീറ്ററുകൾ മാറ്റി പ്രീപെയ്ഡ് മീറ്ററുകൾ ഘടിപ്പിക്കാനുള്ള സമയക്രമം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. വൈദ്യുതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം അനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളുള്ള എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ഉപയോക്താക്കൾക്കും സ്മാർട്ട് മീറ്ററുകൾ വെക്കും, കൃഷി ഒഴികെ. അതേപോലെ തന്നെ 2023 ഡിസംബർ, അതേപോലെ തന്നെ 2025 മാർച്ച് ഈ കാലയളവിൽ മീറ്ററുകൾ മാറ്റിസ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയാകും. എല്ലാ സർക്കാർ മന്ത്രാലയങ്ങളും വകുപ്പുകളും പ്രീപെയ്ഡ് സ്മാർട്ട് വൈദ്യുതിയിലേക്ക് മാറാൻ വൈദ്യുതി മന്ത്രാലയം കഴിഞ്ഞ ആഴ്ച നിർദ്ദേശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും പുറപ്പെടുവിക്കാനും മന്ത്രാലയങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രീപെയ്ഡ് മൊബൈൽ കണക്ഷൻ പോലെ മുൻകൂറായി പണമടച്ച് വൈദ്യുതി ഉപയോഗിക്കാം. നിലവിൽ ഇതിനുള്ള സാങ്കേതിക ശൃംഖല ഇല്ലാത്ത കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രീപെയ്ഡ് മീറ്റർ സംവിധാനം ഏർപ്പെടുത്താൻ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനുകൾ അനുമതി നൽകണമെന്നും ഉത്തരവിലുണ്ട്. നിലവിലെ മീറ്ററുകളുടെ സ്ഥാനത്ത് അത്യാധുനിക ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മീറ്ററുകൾ കൊണ്ടുവരും. വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനും മേഖലയിൽ തൊഴിൽ വെട്ടിച്ചുരുക്കാനുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. DTH സംവിധാനം പോലെ റീചാർജ് ചെയ്യാവുന്ന മീറ്ററുകളാണ് വരിക. ആവശ്യത്തിന് തുക നേരത്തെ അടച്ച് റീചാർജ് ചെയ്യാം. റീചാർജ് തുക കഴിഞ്ഞാൽ ഫ്യൂസ് ഊരാനൊന്നും ആരും വരത്തില്ല. വൈദ്യുതി താനെ കട്ടാവുന്നതായിരിക്കും. വീണ്ടും വൈദ്യുതി ലഭിക്കണമെങ്കിൽ ഉപയോക്താവിന് നൽകുന്ന കാർഡ് റീചാർജ് ചെയ്യേണ്ടി വരും. മൊബൈൽ ഫോൺ പോലെ തന്നെ വൈദ്യുതിയും ഉപയോഗിക്കേണ്ടി വരും. റീചാർജ് ചെയ്ത തുക തീർന്നു പോകുമെന്ന ഭയത്താൽ മിക്കവരും കുറച്ച് ഉപയോഗിക്കാൻ തുടങ്ങും. ഇതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനു പുറമെ ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കുക, അതുമാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഓരോ ദിവസത്തെ ഉപയോഗം സംബന്ധിച്ചുള്ള വ്യക്തമായ റിപ്പോർട്ടുകൾ ഉപയോക്താവിന് നൽകും. ഇതിലൂടെ അനാവശ്യമായ ഉപയോഗങ്ങൾ കുറയ്ക്കാനും സാധിക്കും. അപ്പം വളരെ പെട്ടെന്ന് തന്നെ ഒരു 2-3 കൊല്ലം കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും പ്രീപെയ്ഡ് മീറ്ററുകളാവുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പരമാവധി ജോലിക്കാരെയൊക്കെ വെട്ടിക്കുറച്ച് ലാഭമുണ്ടാക്കുക എന്നാണ് ലക്ഷ്യമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ എത്രത്തോളം ഇത് പ്രാവർത്തികമാവുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.